ഇറാനിലെ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, പല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രധാനമായിട്ടും വിമാന സർവീസുകൾ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ ജീവന് വരെ ആപത്തുണ്ടാകാനുള്ള സാധ്യത എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പരക്കുന്നുണ്ട്, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണോ ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം? അതന്നെ, ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളും ഇറാനിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ. അവിടങ്ങളിലൊന്നും പരിപാടികളിൽ പങ്കെടുക്കുകയോ ആ പരിസരങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട്. ഒപ്പം ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്മർദ്ദം പുലർത്തണം. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എംബസിയുമായി എത്രയും വേഗം ഇന്ത്യക്കാർ സമീപിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം പ്രാദേശിക മാധ്യമങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലത്തെ ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് പൗരന്മാർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മാധ്യമവുമായി നിരന്തരം ബന്ധമുണ്ടാകണം എന്നൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്.